സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രവും പിറവം മുനിസിപ്പാലിറ്റിയും സംയുക്തമായി നടത്തുന്ന വയോ റിഫ്രഷ് 2K24 തുടക്കം കുറിച്ചു. ലോകമെമ്പാടും വയോജന വാരം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്ന സന്ദേശവുമായാണ് പിറവത്ത് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ഒക്ടോബർ 1 മുതൽ 7 വരെ ലോകമെമ്പാടും വയോജന വാരം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രവും പിറവം മുനിസിപ്പാലിറ്റിയും സംയുക്തമായി വയോ റിഫ്രഷ് 2K24 വളരുന്ന കേരളം വളർത്തിയവർക്ക് ആദരം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചത്. പിറവം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ വയോജനങ്ങളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. യൗവന കാലഘട്ടങ്ങളിൽ രാഷ്ട്ര നിർമ്മിതിക്കും വികസനത്തിനും നിസ്തുല സേവനം കാഴ്ചവെച്ചവർ ഇന്ന് വയോജനങ്ങളായി ഒറ്റപ്പെട്ടവരും ഉപേക്ഷിക്കപ്പെട്ടവരുമായി മാറ്റപ്പെട്ടവരാകരുതെന്ന സന്ദേശം സമൂഹത്തിലേക്ക് നൽകുന്നതിനായാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു. ഒക്ടോബർ 7 തീയതി വെല്ലുവിളിയുടെ ഹാളിൽ വെച്ച് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. വൈസ് ചെയർമാൻ KP സലീം അധ്യക്ഷനായി. വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രായം എന്ന് പറഞ്ഞ ശാരീരികമായ ഒരു പ്രക്രിയയുടെ ഭാഗമായി എല്ലാം സംഭവിക്കുന്ന കാര്യമാണ്. ചടങ്ങിൽ കൌൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ്, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, വത്സല വർഗീസ്, ജൂബി പൌലോസ്, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, അന്നമ്മ ഡോമി, പ്രശാന്ത് മമ്പുറത്ത്, ഡോക്ടർ അജീഷ് മനോഹർ, ജോർജ് മോൻചാരിപ്ലാവിൽ, ഗിരീഷ് കുമാർ, സിനി ജോയ്, രാജു പാണാലികൽ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ബിനോയ് വിജയ്, ദിവ്യ ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പിറവം നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രത്തിന്റെ അച്ഛനമ്മമാരുടെ ഫ്ലാഷ് മോബാണ് ഇന്ന് ഇവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നടക്കുന്നത്. ചടങ്ങിൽ വയോമിത്രം കോർഡിനേറ്റർ LB പൌലോസ് നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ സഞ്ജയ് പ്രകാശ്, ഡോക്ടർ പ്രിയ റേച്ചൽ, ജിഷ പൌലോസ്, ജീന പോൾ, പ്രതീഷ് കുമാർ S, ജിസ്മോൾ എൽദോസ്, ദർശന രമേശ് R എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സെന്റ് ജോസഫ് സ്കൂൾ, ഹൈസ്കൂൾ കുട്ടികൾ ഫ്ലാഷ് മോബിന് സഹകരണം നൽകി. ഇനിയങ്ങോട്ട് ഉള്ള കാലഘട്ടത്തിൽ വയോജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം 10-15 വർഷങ്ങൾക്കപ്പുറം കേരളം മുതിർന്ന പൗരന്മാരുടെ ഹബ്ബായി മാറുമ്പോൾ അവർക്കുള്ള കരുതൽ ഇപ്പോഴേ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അതിന്റെ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഫ്ലാഷ് മോബിലൂടെയുള്ള ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.